ഹലോ ഹായ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കാൻഡിലിവർ ഗേറ്റാണ്. കാൻഡിലിവർ ഗേറ്റ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങളീ കാണുന്നത് പോലെ രണ്ട് സൈഡിൽ ഒരു ഗ്യാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ നിന്നതിന് ശേഷം കാൻഡിലിവറായിട്ട് ഗേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. സ്ലൈഡിങ് ഗേറ്റുകൾക്കാണ് ഉപയോഗിക്കുന്നത്, സ്വിംഗ് ഗേറ്റുകൾക്കല്ല. ഇത് ഓട്ടോമേഷനും പോസിബിളാണ്. ഈ കാൻഡിലിവർ ഗേറ്റിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത്. ഞങ്ങളുടെ സ്ഥലം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ കാലയുടെ അടുത്താണ്. കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റിൽ വന്നത് കാണാൻ പറ്റും. ബേസിക്കലി ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോവാണ്. കാൻഡിലിവർ ഗേറ്റ് എന്ന് പറയുമ്പം ഈ കാണുന്ന പോലെ രണ്ട് ഗ്യാരേജിൽ ഒരു സി ചാനൽ വെച്ചിട്ട് ഗേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുള്ള. ഇപ്പം ആക്ച്വലി പറഞ്ഞാൽ ഈ രണ്ട് വന്നിരിക്കുന്ന ഗ്യാരേജിലല്ലാതെ വേറെ എങ്ങും ഈ സ്ലൈഡിങ് ഗേറ്റിന് പിടുത്തില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് കംപ്ലീറ്റ്ലി യാതൊരു തരത്തിലുള്ള സപ്പോർട്ടില്ലാതാണ് നിൽക്കുന്നത്. ഇത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പം ഏകദേശം 700 kg ഇതിന് മേളിലൊരു ഗേറ്റ് എടുത്ത് വെക്കാം. അപ്പോൾ ഈ കാണുന്ന ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മേളിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ഓപ്പണിങ് ആക്ച്വലി 4 മീറ്റർ കിട്ടും. അപ്പോൾ 4 മീറ്റർ കിട്ടുമ്പം ബാക്കി മിച്ചം വരുന്ന 2 മീറ്റർ, ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്ററാണ്. ബാക്കി 2 മീറ്ററിനകത്താണ് ഈ വരുന്ന ഈ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഈ ഒരു മെക്കാനിസം വരുന്നത്. അതുകൂടാതെ ഇത് ഫുൾ കിറ്റായിട്ടാണ് വരുന്നത്. ആ കിറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ ഈ വരുന്ന ഗ്യാരേജ്, ഈ സി ചാനൽ, അതുകൂടാതെ അതിനകത്ത് ഇതിൻ്റെ സൈഡിൽ എൻഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഈ മെക്കാനിസം ഇതിനകത്തോട്ട് അടിയിലോട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഈ വീലയിൽ ഇതിനകത്ത് ഇതിങ്ങനെ ഈ രീതിയിൽ പിടിപ്പിച്ചതിന് ശേഷം ഈ വരുന്ന എൻഡ് ഗ്യാപ്പ് ഭിത്തിയെ പിടിപ്പിച്ചിട്ട് ഇതിൽ ഒരു സോഫ്റ്റായിട്ട് ഈ വീല് വഴി കയറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം. അതുകൂടാതെ തന്നെ ഇതിന് ബേസ്മെൻറ്റ് ഉറപ്പിക്കാനായിട്ടുള്ള നട്ട് ബോൾട്ടുകൾ വരുന്നുണ്ട്. ഇത് നട്ട് ബോൾട്ട് ഈ പറഞ്ഞ രീതിയിൽ അഴിച്ചേച്ച് താഴെ വരുന്ന കോൺക്രീറ്റിലോട്ട് നമ്മളിങ്ങനെ കയറ്റി ഇടുന്നതാണ് രീതി. ഇത് ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് നമ്മുടെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം ഉള്ള കോൺക്രീറ്റ് അടി വേണ്ടി വരും. ആ കോൺക്രീറ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. അതെല്ലാം കസ്റ്റമറും നമ്മളുമായിട്ട് കൺഫർമേഷൻ നിൽക്കുമ്പം ഞങ്ങൾ ഗൈഡൻസ് തരുന്നതായിരിക്കും. കൂടാതെ തന്നെ ഞങ്ങളൊരു എൻട്രൻസ് ഓട്ടോമേഷൻ കമ്പനിയാണ്. ഓട്ടോമാറ്റിക് ഗേറ്റും ഷട്ടറും ഒക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഓട്ടോമേഷനാണ്. അതിനോടുകൂടി ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ഗേറ്റ് ഇത് മാത്രമല്ല, ബൈഫോൾഡിങ് ഗേറ്റ് ഉണ്ട്. ബൈഫോൾഡിങ് ഗേറ്റ് എന്ന് പറയുമ്പം സ്വിംഗ് ഗേറ്റ് തന്നെ മടങ്ങുന്ന സംവിധാനമാണ്. അത് ആക്സസറീസ് ഉള്ള ഗേറ്റും ഉണ്ട്. ഈ തരത്തിലുള്ള കാൻഡിലിവർ പോലെ തന്നെ ആക്സസറീസ് ഇല്ലാതെ ട്രാക്കയിൽ വീല് കൊണ്ട് ഓടുന്ന സംവിധാനമുണ്ട്. അപ്പം ഈ തരത്തിലുള്ള എൻക്വയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ സ്ഥലം കോട്ടയം നാട്ടാത്താണ് ഞങ്ങളുടെ ഓഫീസ്. കൂടാതെ തന്നെ ഇത് യൂണിറ്റ് ഇരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു പള്ളത്താണ്. ഓക്കെ, താങ്ക് യു.